ദ ലെജൻഡ് ഓഫ് കിച്ചൺ സോൾജർ എപ്പിസോഡ് 10 ആരംഭിക്കുന്നത് ഒരു രസകരമായ സ്വപ്നത്തിലൂടെയാണ്. സിയോങ് ജെ സ്വയം സൈനിക മെസ് ഹാളിലെ പ്രധാന ഷെഫായി സങ്കല്പിക്കുന്നു. അവന്റെ കർശനമായ നിയന്ത്രണത്തിൽ എല്ലാവരും ഭയന്നു നിൽക്കുന്നു. എന്നാൽ ഷിഫ്റ്റ് ആരംഭിക്കേണ്ട സമയമായതോടെ ആ സ്വപ്നം അവസാനിക്കുകയാണ്. ഗാംഗ്ലിംഗ് ഔട്ട്പോസ്റ്റിൽ അന്തരീക്ഷം വളരെ സംഘർഷഭരിതമാണ്. അപ്രതീക്ഷിത പരിശോധനയ്ക്ക് ശേഷം സിയോങ് ഹോ എല്ലാ കമാൻഡർമാരെയും വിളിച്ച് യോഗം ചേരുന്നു. തന്നെ അറിയിക്കാതെ പ്രവർത്തിച്ചതിന് യേറിനെ അദ്ദേഹം ശാസിക്കുന്നു. എന്നാൽ യോഗത്തിനിടെ മിൻഗുവും സംഘവും ഔട്ട്പോസ്റ്റിലുടനീളം സമഗ്ര പരിശോധന നടത്തുകയാണെന്ന വാർത്ത എത്തുകയാണ്. പരിശോധനാ സംഘം അടുക്കളയും സൈനികരുടെ താമസ സ്ഥലങ്ങളും യേറിനിന്റെ ഓഫീസും ഉൾപ്പെടെ എല്ലായിടത്തും പരിശോധന നടത്തുന്നു. ആ ദിവസം അടുക്കളയിൽ ഗ്രേഡ് എ നിലവാരത്തിലുള്ള ഭക്ഷ്യസാധനങ്ങൾ മാത്രമാണ് കണ്ടെത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ യേറിൻ വ്യാജവും ദുരുദ്ദേശപരമായ പരാതി നൽകിയെന്നാണ് അവർ നിഗമനത്തിലെത്തുന്നത്. ഉടൻ തന്നെ അവളെ ചോദ്യം ചെയ്യലിനായി കൊണ്ടുപോകുന്നു. സംഭവങ്ങൾ പുരോഗമിക്കുമ്പോൾ വലിയൊരു സത്യം പുറത്തുവരുന്നു. സൈനിക ഭക്ഷ്യവിതരണ അഴിമതിയുടെ യഥാർത്ഥ സൂത്രധാരൻ ചുൻ ഇക്കാണെന്നും മിൻഗു അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ മാത്രം നടപ്പിലാക്കുന്ന ആളാണെന്നും വ്യക്തമാകുന്നു. അവരുടെ പദ്ധതികൾ പുറത്തായതിൽ ചുൻ ഇക് പ്രകോപിതനാവുകയും സ്വയം രക്ഷിക്കാനുള്ള മാർഗങ്ങൾ തേടുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഗാംഗ്ലിംഗ് ഔട്ട്പോസ്റ്റ് അടച്ചുപൂട്ടാനുള്ള പദ്ധതിയെ പിന്തുണയ്ക്കാൻ ചുൻ ഇക് സിയോങ് ഹോയെ സമ്മർദ്ദത്തിലാക്കുന്നു. ഔട്ട്പോസ്റ്റ് സുരക്ഷിതമല്ലെന്നും മറ്റൊരു യൂണിറ്റുമായി ലയിപ്പിക്കണമെന്നും റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു. പകരമായി സിയോങ് ഹോയ്ക്ക് പ്രമോഷനും മികച്ച ഭാവിയും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. യേറിന്റെ അവസ്ഥയെക്കുറിച്ച് ആശങ്കപ്പെട്ട സിയോങ്-ജെ അവളെ സഹായിക്കാനുള്ള മാർഗം തേടുന്നു. റെജിമെന്റൽ കമാൻഡർ വോൺ യോങ്ങിനെ നേരിട്ട് സമീപിക്കണമെന്ന് ഷെഫ് പാത്ത് നിർദ്ദേശിക്കുന്നു. കൂട്ടുകാരായ സൈനികരോടൊപ്പം ചേർന്ന് സിയോങ്-ജെ ഒരു വിചിത്രമായ പദ്ധതി തയ്യാറാക്കുകയാണ്. വോൺ യോങ്ങിന് തന്റെ മകളെ വളരെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയ അവർ പ്രത്യേക വിഭവം തയ്യാറാക്കി വാരാന്ത്യ ചർച്ച പരിപാടിക്കിടെ അദ്ദേഹത്തെ കാണാൻ തീരുമാനിക്കുന്നു. എന്നാൽ പിന്നീട് അവർ മനസ്സിലാക്കുന്നത് വോൺ യോങ്ങിന്റെ പ്രിയപ്പെട്ട മകൾ യഥാർത്ഥത്തിൽ സോയുൾ എന്ന ഒരു ചെറിയ പോമറേനിയൻ നായയെന്നാണ്. അതിനുശേഷം ഒരു ആഴ്ച മുഴുവൻ അവർ പരീക്ഷണങ്ങളിൽ മുഴുകുന്നു. മാസ്റ്റർ ജെ യോങ്ങിന്റെ സഹായത്തോടെ ഉരുളക്കിഴങ്ങും മീറ്റ് ബോളും ചേർന്ന ഒരു 5 സ്റ്റാർ ഗോർമെറ്റ് ഡോഗ് ട്രീറ്റ് അവർ തയ്യാറാക്കുന്നു. ഞായറാഴ്ച എത്തുമ്പോൾ അവരുടെ പരിശ്രമം ഫലം കാണുകയാണ്. സോയുൾ ആ ട്രീറ്റ് ഏറെ ഇഷ്ടപ്പെടുന്നു. അതിലൂടെ സിയോങ്-ജെക്ക് വോൺ യോങ്ങിനോട് സംസാരിക്കാനുള്ള അവസരം ലഭിക്കുകയാണ്. അഴിമതിയെയും ഭക്ഷ്യവിതരണ തട്ടിപ്പിനെയും കുറിച്ചുള്ള മുഴുവൻ സത്യവും കേട്ട വോൺ യോങ് ഉടൻ തന്നെ പുതിയ അന്വേഷണത്തിന് ഉത്തരവിടുന്നു. ഇത്തവണ ചുൻ ഇക്കിന് കാര്യങ്ങൾ മറച്ചുവെക്കാനാകില്ലെന്നും മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വയം രക്ഷപ്പെടാനായി അദ്ദേഹം മിൻഗുവിനെ കുറ്റക്കാരനാക്കി എല്ലാ ഉത്തരവാദിത്തവും അവന്റെ മേൽ ചുമത്തുന്നു. ഒടുവിൽ യേറിന്റെ പേരിലെ സംശയങ്ങൾ നീങ്ങുന്നു. തന്നെ സഹായിച്ചതിന് അവൾ സിയോങ്-ജെയോട് നന്ദി പറയുന്നുണ്ട്. ഇരുവരുടെയും ബന്ധം കൂടുതൽ ശക്തമാകുന്നു. ഷെഫ് പാത്ത് യേറിനെ ഔദ്യോഗിക സഹപ്രവർത്തകയാക്കി ചേർക്കുകയും അവളുടെ ലൈക്കബിലിറ്റി സ്കോർ 100 ഉയർത്തുകയും ചെയ്യുന്നു. എന്നാൽ ഈ വിജയം അധിക നേരം നീണ്ടു നിൽക്കുന്നില്ല. അഴിമതി പുറത്തു വന്നിട്ടും ഗാംഗ്ലിംഗ് ഔട്ട്പോസ്റ്റ് അടച്ചുപൂട്ടാനുള്ള തീരുമാനം ഇപ്പോഴും നിലനിൽക്കുന്നു. മേലധികാരികളുടെ ഉത്തരവാണെന്ന് പറഞ്ഞ സിയോങ് ഹോ ഈ വിവരം യേറിനെ അറിയിക്കുന്നു. അപ്പോഴാണ് സിയോങ്-ജെയെ കാത്തിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എത്തുന്നത്. ഷെഫ് പാത്ത് ഒരു പുതിയ ഗെയിം നൽകുന്നു. വെറും 14 ദിവസത്തിനുള്ളിൽ ഡിവിഷൻ കുക്കിംഗ് മത്സരത്തിൽ വിജയിച്ച് ഗാംഗ്ലിംഗ് ഔട്ട്പോസ്റ്റിനെ രക്ഷിക്കണം. അതിൽ പരാജയപ്പെട്ടാൽ ഔട്ട്പോസ്റ്റ് സ്ഥിരമായി അടച്ചുപൂട്ടും. അതോടൊപ്പം ഷെഫ് പാത്തും അവസാനിക്കും. സ്വപ്നവും സ്വന്തം വീട് പോലുള്ള ഔട്ട്പോസ്റ്റും രക്ഷിക്കാൻ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടത്തിനായി സിയോങ്-ജെ തയ്യാറെടുക്കുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.